അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാനും മോനും കൂടെ ഇവിടെ അടുത്തുള്ള നെസ്റ്റോയിൽ പോകാമെന്ന് വിചാരിച്ചേ. പക്ഷെ ദുബായിലുള്ള നെസ്റ്റോ ഒന്നും പോരാ, ഷാർജയിലുള്ള നെസ്റ്റോ തന്നെ പോകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ ഏരിയ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്നും പറഞ്ഞ് അമ്മയും മോനും കൂടെ നടക്കാൻ തുടങ്ങി. ദുബായിൽ നിന്ന് ഒരു ബ്രിഡ്ജ് കയറി ഒരു വലിയ ഹൈവേ ക്രോസ് ചെയ്ത് ഒരു കുഞ്ഞു കുറുക്ക് വഴി കൂടെ ഷാർജയിലെത്തി. കാറിൽ പോകുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കുള്ള സ്ഥലമാണ്. യൂഷ്വലി ഞങ്ങൾ ട്രാഫിക്കിനെ പിടിച്ച് ഷാർജയിൽ പോകാറേ ഇല്ല. അങ്ങനെ നടന്ന് ഞങ്ങൾ ഷാർജയിലെത്തി. ലിറ്ററലി ഒരു വേലി കടന്നപ്പോൾ ഷാർജയായി. ദുബായിൽ നിന്ന് എന്തോ ഡിഫറെൻറ്റ് പോലെ ഇൻസ്റ്റൻ്റ്ലി എനിക്ക് തോന്നി. വലിയ ബിൽഡിങ്സും എന്തോ ദുബായിൽ വലിയ ബിൽഡിങ്സ് ഇല്ല എന്നല്ല, പക്ഷേ എന്നാലും ദുബായിനേക്കാളും ഡിഫറെൻ്റ് ആണ് ഷാർജ. ഒത്തിരി പേര് ദുബായിൽ വർക്ക് ചെയ്യുന്നവർ ഷാർജയിൽ താമസിക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ ഷാർജയിൽ റെൻ്റൊക്കെ കുറവാണെന്ന് കേട്ടത്. പക്ഷേ ട്രാഫിക് ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രയും ദൂരം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. സാധാരണ എവിടെയെങ്കിലും നടന്നു പോയാൽ ഉടനെ ഡാഡ എടുത്തോ എനിക്ക് പറ്റത്തില്ല, എനിക്ക് കാല് വേനിക്കുന്നു എന്നൊക്കെ പറയുന്ന മോൻ എൻ്റെ കൂടെ നല്ല കഥയും പറഞ്ഞ് ഫുള്ള് ദൂരം നടന്നു. അങ്ങനെ കുറേ നാളായിട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് കരുതിയ നെസ്റ്റോ മിയാമോൾ എത്തി. ഒരുമിച്ച് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഹസ്ബൻഡിനോട് എപ്പം മിയാമോളിൽ പോകാമെന്ന് പറഞ്ഞാലും പറയും, അയ്യോ ട്രാഫിക് ഭയങ്കര കൂടുതലാണ്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രക്ഷയില്ല, തിരിച്ചു വരാനായിട്ട് പാടാണെന്നൊക്കെ പറഞ്ഞ് വരത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങളിത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുമെന്ന്. അങ്ങോട്ട് പോകാൻ ഒട്ടും ദൂരമില്ലാന്ന് തോന്നിയെങ്കിലും തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തളർന്നുപോയി. ഒറ്റയ്ക്ക് നടന്ന് ഞങ്ങൾ നെയ്ബർഹുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞത് കാരണം ഹസ്ബൻഡിനോട് ഒന്ന് വിളിക്കാൻ വരുമോ എന്ന് പറയാൻ കൂടി ചമ്മലായി. എന്തായാലും ഞങ്ങൾ തിരിച്ചെത്തി. ഗംഭീരമായ വിന്നിങ് സ്റ്റോറിയും കഥയൊക്കെ പറഞ്ഞ് കൂടെ വരാത്തതിന് ഡാഡയെ റിഗ്രറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കിതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് നടന്ന് തളർന്നെങ്കിലും തന്നെത്താനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്കും ഒരു രസമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. അടുത്തൊരു വീഡിയോ കാണാവേ.